ഹലോ ഹായ്. കൽക്കി 2898 AD സിനിമ കണ്ടിറങ്ങി. ഒരു ഗംഭീര സിനിമ കണ്ടിറങ്ങിയ സന്തോഷത്തിലാണ്. ഗംഭീര സിനിമ. അങ്ങനെ ഗംഭീര സിനിമ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഇല്ല എന്നല്ല, കുറച്ച് നെഗറ്റീവുകളുണ്ട്. പക്ഷെ ആ നെഗറ്റീവുകൾ അങ്ങനെ ചെറിയൊരു നെഗറ്റീവ് ആയിട്ടൊന്നുമല്ല, കുറച്ച് കാര്യമായ നെഗറ്റീവുകളൊക്കെ തന്നെയാണ്. പക്ഷേ സിനിമ ടോട്ടലി നോക്കുമ്പോൾ ഗംഭീര തിയേറ്റർ അനുഭവമായിരുന്നു. അതിന്റെ സന്തോഷത്തിലാണ്. അങ്ങനെ നല്ലൊരു സിനിമ കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടൂലേ. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട്. അങ്ങനെ കുറച്ച് എങ്ങനെ പറയും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷെ ഞാൻ മാക്സിമം ഈ ഒരു ചെറിയ വീഡിയോയിൽ വളരെ ചുരുക്കി പറയാം പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നാഗശ്വിൻ. ബിഗ് സല്യൂട്ട്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്, എഡിറ്റ് ചെയ്തിരിക്കുന്നത് കൊട്ടഗിരി വെങ്കടേശ്വർ, അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സന്തോഷ് നാരായണൻ. ഗംഭീരമായിട്ടുള്ള സിനിമ. അതിലിപ്പോൾ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിങ്ങും അവർക്ക് കൊടുത്തിട്ടുള്ള അപ്പിയറൻസും പിന്നെ അവരുടെ പെർഫോമൻസും. അങ്ങനെ കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 പേരിൽ ഒതുക്കാൻ പറ്റില്ല. എല്ലാവരും ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു 2-3 പേരെ വളരെ പ്രാധാന്യമായിട്ട് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ഒന്ന് അമിതാഭ് ബച്ചൻ. അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഒരു അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ഒരു സ്ക്രീൻ പ്രസൻസ്, പുള്ളി ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ തന്നെ എന്തൊരു ഗംഭീര പരിപാടിയാണ്. അത് നിങ്ങൾ കണ്ടാലേ മനസ്സിലാവുള്ളൂ. പിന്നെ അടുത്തത് പറയേണ്ടത് കമലഹാസൻ ഈ സിനിമയിൽ ഏറ്റവും കുറവ് ടൈം ഉള്ളത് കമലഹാസനാണ്. വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ കുറച്ച് സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഒരു അപ്പിയറൻസും അദ്ദേഹത്തിന്റെ പെർഫോമൻസും, പിന്നെ സിനിമയിൽ ഉടനീളം ആ കുറച്ച് നേരം ഉള്ളെങ്കിലും സിനിമയിൽ ഉടനീളം അദ്ദേഹത്തിന്റെ പ്രസൻസ് ഉണ്ട്. അദ്ദേഹത്തിലൂടെയാണ് സിനിമ പോകുന്നത്. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് മറ്റുള്ള കഥാപാത്രങ്ങൾ പോകുന്നത്. അങ്ങനെ ഗംഭീര ഒരു ഐറ്റം. സെക്കൻഡ് പാർട്ട് ഉണ്ട്. സെക്കൻഡ് പാർട്ടിൽ പുള്ളിയുടെ അഴിഞ്ഞാട്ടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ അടുത്ത ഒരാളെന്ന് പറയുന്നത് ദീപിക പദക്കോൺ. ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ മറ്റൊരു പോസിറ്റീവായിട്ട് പറയേണ്ടി വരും. ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങൾ വെറുതെ തെലുങ്ക് സിനിമകളിൽ സ്ഥിരം കാണുന്ന ഒരു പരിപാടികളിൽ പോലെ വെറുതെ നായകന് തലക്കിട്ട് കൊട്ടാനും ഡാൻസ് കളിക്കാനും അങ്ങനത്തെ കുത്തിമറിയാനൊക്കെ ഉള്ളൊരു നായികമാരല്ല. ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങളെയൊക്കെ തന്നെ നല്ല ഡെപ്തുള്ള കഥാപാത്രങ്ങൾ ഗംഭീരമായിട്ട് തന്നെ ആ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ദീപിക പദക്കോൺ. എനിക്ക് തോന്നുന്നു ദീപിക പദക്കോണിലൂടെ ഒരു കഥ പറയുന്നു എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും കാണാം. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ദീപിക പദക്കോണിന്റെ. പിന്നെ അടുത്തത് ശോഭന ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം തന്നെ. പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്ന് വന്നിട്ടുള്ള അന്നാബൻ അത്രയും വലിയൊരു സിനിമയിൽ നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരാൾ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കൊരു അഭിമാനം തോന്നും. അന്നാബൻ വളരെ കുറച്ച് നേരം ഉള്ളൂവെങ്കിലും അന്നാബന്റെ ഒരു പരിപാടിയൊക്കെ അത് സ്ക്രീനിൽ കണ്ടു തന്നെ അറിയണം. ഒരു ഫൈറ്റ് പരിപാടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ കഥാപാത്രങ്ങൾക്കൊക്കെ ശേഷം ഞാൻ പറയുന്നത് പ്രഭാസിന്റെ പേര്. അങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ എനിക്ക് വിമർശനം നേരിട്ടേക്കാം. പക്ഷെ എന്നിരുന്നാലും പറയാതെ വയ്യ. ഈ സിനിമയിൽ എനിക്ക് അത്ര അങ്ങ് സുഖകരമല്ലാത്ത കുറച്ച് ഏരിയയിലൊക്കെ പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് തോന്നിയത് പ്രഭാസിന്റെ കാര്യത്തിലാണ്. പക്ഷെ ചില ഏരിയകളിൽ അദ്ദേഹം സീരിയസ് കുറച്ച് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 1 മണിക്കൂറിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസിൽ കുറച്ച് കോമിക്കുകളും കുറച്ച് ഫൺ പരിപാടികളൊക്കെ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ഇത്തിരി വെറുപ്പീര് പരിപാടിയായിരുന്നു. അതുകൊണ്ടാണ് ഒരു പ്രധാന കഥാപാത്രത്തെ ഞാൻ ഇത്രയും പേരുടെ പേര് പറഞ്ഞതിന് ശേഷം പറയുന്നത്. സിനിമയിൽ വരുമ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ, ഒരു ത്രില്ലർ ഒരു സിനിമയായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ സയൻസിന് അത്ര കണ്ട് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. കൂടുതൽ പരിപാടി ഫിക്ഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ആക്ഷൻ പരിപാടികൾക്കൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. സിനിമയുടെ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് അത് നാഗശ്വിൻ്റെ ഒരു ഗംഭീര ഒരു കഴിവായിട്ട് തന്നെ കാണണം. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ആദ്യം ഹാറ്റ്സ് ഓഫ് കൊടുത്തത്. കാരണം അദ്ദേഹം പുരാണവും, ഇതിൽ പ്രധാന ത്രെഡ് എന്ന് പറയുന്നത് പുരാണവും അതുപോലെ തന്നെ ഫിക്ഷനും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിന് ഗംഭീരമായിട്ടൊരു കയ്യടി കൊടുക്കണം. നമ്മുടെ മഹാഭാരതം എന്ന് പറയുന്ന ഹിന്ദു മിത്തോളജി പ്രകാരമുള്ള ഒരു പരിപാടി അതിലേക്ക് എങ്ങനെ ഫിക്ഷനുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് അവതരിപ്പിക്കുക എന്നുള്ളത്, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്ത്യൻ സിനിമയാണ്. അതങ്ങനെ പറയുന്നത് വേറൊരു ഭാഷയ്ക്കും അവകാശപ്പെടാൻ കഴിയില്ല എന്ന് പറയേണ്ട പ്രധാന കാരണം
മഹാഭാരതവും ഹിന്ദു മിത്തോളജിയും നമ്മുടെ ഇന്ത്യക്ക് മാത്രം അവകാശപ്പെട്ട സംഗതികളാണ്. അപ്പോൾ അതിനെ ബ്ലെൻഡ് ചെയ്തിട്ട് ഫിക്ഷനുമായിട്ട് സയൻസ് ഫിക്ഷനുമായിട്ട് ബന്ധിപ്പിച്ച് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞത് സ്ക്രിപ്റ്റ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഗ്രാഫിക്സ് വശങ്ങളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഞാൻ കുറച്ചൊരു നെഗറ്റീവ് കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. VFX ഒരല്പം പലയിടങ്ങളിലൊക്കെ ഇത്തിരി ഡൗൺ ആയിട്ട് തോന്നി. ഫസ്റ്റ് തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ അവിടെയാണ് എനിക്ക് പ്രഭാസിന്റെ പെർഫോമൻസിൽ കുറച്ചൊരു പോരായ്മയായിട്ട് തോന്നിയത്. ആദ്യത്തെ 1 മണിക്കൂർ ഞാൻ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ 1 മണിക്കൂർ ആയിട്ടുള്ളൂ. ഭയങ്കര ലെങ്ത് പോലെ എനിക്ക് ആ സമയത്ത് അനുഭവപ്പെട്ടു. ആ സമയത്ത് കുറച്ച് തമാശകളൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. അവിടെയാണ് VFX കുറച്ച് ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ആ 1 മണിക്കൂറിന് ശേഷം സിനിമയുടെ ഗിയർ അങ്ങോട്ട് മാറി. പിന്നെ അവിടെ നിന്ന് അങ്ങ് ദീപിക പദക്കൊണ്ട ക്യാരക്ടറിന്റെ ആ ഡെപ്തുള്ള കഥാപാത്രത്തിലൂടെ കഥ പറയാൻ പോകുന്നു. അവിടെ നിന്ന് അങ്ങ് നേരെ അമിതാഭ് ബച്ചനെ കാണിക്കുന്നു. പിന്നെ അവിടെ നിന്ന് അമിതാഭ് ബച്ചന്റെ ഒരു റീ എൻട്രി ആയിരുന്നു. സിനിമ തുടങ്ങുന്നത് തന്നെ മഹാഭാരതത്തിന്റെ ഒരു അശ്വത്ഥാത്മാവിന്റെ ഒരു റെഫറൻസ് കൊടുത്തിട്ടാണ്. അശ്വത്ഥാത്മാവിന് അദ്ദേഹത്തിന് മരണമില്ല, മരണം വരുന്നത് തന്നെ ഞാൻ പുനർജനിക്കുമ്പോൾ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം വരുമ്പോൾ മാത്രമാണ് മരണം സംഭവിക്കുക എന്നുള്ളൊരു സംഗതി പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. അത് മഹാഭാരതത്തിന്റെ ഒരു റെഫറൻസോട് കൂടി ആ ഒരു കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ട് സിനിമയിലേക്ക് അവിടെ നിന്നാണ് സിനിമ വരുന്നത്. പിന്നെ ഒരു റീ എൻട്രി വരുന്നത് ഈ പറയുന്ന 1 മണിക്കൂറിന് ശേഷം. പിന്നെ അവിടെ നിന്ന് അങ്ങ് സിനിമ ഗിയർ ചേഞ്ചായി. പിന്നെ ഗംഭീരമായിട്ടൊരു എൻഗേജ്ഡ് ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റും. സെക്കൻഡ് ഹാഫ് ഒക്കെ പെട്ടെന്ന് തീർന്നു. കാരണം ഫസ്റ്റ് ഹാഫ് ഇത്തിരി വലിഞ്ഞ പോലെ പോയിട്ട് സെക്കൻഡ് ഹാഫ് തീരല്ലേനായിപ്പോയി. കാരണം അമ്മാതിരി പെർഫോമൻസും ഗംഭീരമായിട്ട്. പിന്നെ കമലഹാസൻ അവസാനം കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ട് കമലഹാസന്റെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് നമ്മൾ ട്രെയിലറിൽ കണ്ടതാണ് ഒരു ഡയലോഗ്. എന്താ പറയാ, യുഗാന്തരങ്ങൾ കഴിഞ്ഞാലും മനുഷ്യൻ മാറില്ല എന്ന് വെച്ചാൽ പ്രകൃതിയുടെ ഒരു വരദാനം കിട്ടിയിട്ട് ആ പ്രകൃതിയൊക്കെ മനുഷ്യൻ നശിപ്പിച്ചു എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അത് ഇമോഷണൽ ആയിട്ട് പറയും. ഞാൻ മലയാളമാണ് കണ്ടത്, പക്ഷെ മലയാളത്തിൽ ഡബ് ചെയ്തത് കമലഹാസനാണോ എന്നറിയില്ല. കമലഹാസൻ ആവാൻ സാധ്യത. കമലഹാസന് വേണ്ടി ഏതെങ്കിലും മിമിക്രി ആർട്ടിസ്റ്റ് ഡബ് ചെയ്തതായിരിക്കാം. പക്ഷെ അത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസിൽ വരുന്ന എക്സ്പ്രഷൻ. ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമലഹാസനും അതുപോലെ തന്നെ അമിതാഭ് ബച്ചനും VFXന്റെ അല്ലെങ്കിൽ AI സഹായത്തോടു കൂടി അവരെ കാണിക്കുന്ന ഒരു സമയമുണ്ട്. തുടക്കത്തിൽ അമിതാഭ് ബച്ചന്റെ ചെറുപ്പം പോലെ ഒരു യുവാവായിരിക്കുന്ന സമയത്തെ അശ്വത്ഥാത്മാവിനെ കാണിക്കുന്ന സമയത്ത് ഒരു ഇത് കൊടുത്തേക്കുന്നത് AI സഹായത്തോടെയാണ്. അതുപോലെ തന്നെ AI സഹായത്തോടെ കമലഹാസനും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഏതെങ്കിലും ഒരു പെർഫോമൻസ് ചെയ്തിട്ട് AI കയറ്റിയേക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത്രത്തോളം ഗംഭീരമായ ടാലന്റ് ഉള്ള ആളുകൾക്ക് മാത്രമേ ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റുള്ളൂ. സിനിമയിലേക്ക് കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ സിനിമ ഒരു പ്രത്യേക ഒരു യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത്. എല്ലാത്തരം പ്രേക്ഷകരെയും ഇത് ഉൾക്കൊള്ളുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഇങ്ങനെ റിയലിസ്റ്റിക് സിനിമകൾ മാത്രം ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ സിനിമകൾ മാത്രം കാണുന്ന ആളുകൾക്ക് തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. അതൊരു സിനിമ ലവർ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ എന്ന് പറയേണ്ടി വരും. അപ്പോൾ റിയലിസ്റ്റിക് അല്ലാത്തതുകൊണ്ട് തന്നെ, ഫിക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒട്ടും എന്താ പറയുക, ലോജിക് ഒന്നും നോക്കണ്ട ഇതിനകത്ത്. ചമ്പാല എന്ന് പറയുന്ന ഒരു സ്ഥലം, അവിടുത്തെ ആളുകളൊക്കെ ഒരു റിബൽസ് ആണ്. പിന്നെ ഒരു കോംപ്ലക്സ് എന്ന് പറയുന്ന വേറൊരു യൂണിവേഴ്സും. അപ്പോൾ കോംപ്ലക്സിൽ എത്തിപ്പെടാനായിട്ട് നടക്കുന്ന ഒരു നായകന്റെ ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ കോംപ്ലക്സിൽ കുറേ കൂടി എന്താ പറയുക, യുദ്ധങ്ങളൊന്നുമില്ല, വളരെ സമാധാനപരമായിട്ട് ഒരുപാട് ഭക്ഷണവും അതുപോലെ തന്നെ സ്വത്തും എല്ലാം ഉള്ളൊരു സംഭവമാണ് കോംപ്ലക്സ്. അപ്പോൾ അവിടേക്ക് എത്തിപ്പെടാൻ വേണ്ടി നടക്കുന്ന പ്രഭാസിന്റെ ഒരു ക്യാരക്ടർ. പക്ഷേ എന്താ പറയുക, കലിക്ക് എന്ന് പറയുമ്പോൾ അതാണല്ലോ. അപ്പോൾ കലിയുഗത്തിന്റെ നിഴൽ വീണ് കിടക്കുന്ന ആ ഒരു സംഗതിയിൽ നിന്ന് ആളുകളെയൊക്കെ രക്ഷിക്കാനും അമ്പാലയിലെ ഒരു കൂട്ടം ആളുകളും, കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആവും. അപ്പോൾ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.